ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ അവൻ പോയില്ലേ, അല്ലെങ്കിൽ നീ പോയില്ലേ, നീ വന്നില്ലേ, അവൻ ഉറങ്ങിയോ, അല്ലെങ്കിൽ അവൾ ഉറങ്ങിയില്ലേ, അവൾ വന്നില്ലേ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കുക, ഏത് രീതിയിൽ ഈ സെൻറ്റൻസുകൾ വരും എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ വന്നോ. അവൾ വന്നോ, അതെങ്ങനെയായിരിക്കും ചോദിക്കുക? ഡിഡ് ഷീ കം. ഡിഡ് ഷീ കം. അവൾ വന്നോ. ഡിഡ് ഷീ കം. ഒരു എക്സാമ്പിൾ കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസുകൾ പറയാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പം അവൾ വന്നോ എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നതെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അവൻ പോയോ. അവൻ പോയോ. ഡിഡ് ഹി ഗോ. ഡിഡ് ഹി ഗോ. അവൻ പോയോ. ഡിഡ് ഹി ഗോ. ഇനി അതേപോലെ അവൾ ഉറങ്ങിയോ. അവൾ ഉറങ്ങിയോ, എങ്ങനെയായിരിക്കും ചോദിക്കുക? ആദ്യം എന്ത് വേണം? ഡിഡ്. ഉറങ്ങിയോ, ചെയ്തോ, വന്നോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഡിഡ്. ഡിഡ് ഡിഡ്. ഇനി അവൾ ഉറങ്ങിയോ എന്നാണ് ചോദിക്കേണ്ടത്. ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്ന് പറയാം. അപ്പോൾ അവൾ ഉറങ്ങിയോ, അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷീ. അവൾ ഉറങ്ങിയോ. ഡിഡ് ഷീ സ്ലീപ്പ്. ഡിഡ് ഷീ സ്ലീപ്പ്. അവൾ കരഞ്ഞോ. അവൾ കരഞ്ഞോ. അവൾ ഷീ. കരയുക, ക്രൈ. കരഞ്ഞോ. ഡിഡ്. ഡിഡ് ഷീ ക്രൈ. അവൾ കരഞ്ഞോ. ഡിഡ് ഷീ ക്രൈ. അവൻ എഴുന്നേറ്റോ. അവൻ എഴുന്നേറ്റോ. അവൻ ഹി. എഴുന്നേൽക്കുക, ഗോട്ട് അപ്പ്. ഗോട്ട് അപ്പ്. ഇനി എഴുന്നേറ്റോ. ഡിഡ് ഹി ഗോട്ട് അപ്പ്. ഡിഡ് ഹി ഗോട്ട് അപ്പ്. അവൻ എഴുന്നേറ്റോ. നമ്മൾ പറഞ്ഞത് അവൻ വന്നോ, പോയോ, ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ചോദിക്കുന്നതാണ്, അവൻ ഇതുവരെ പോയില്ലേ, അവൾ വന്നില്ലേ, അവൾ കരഞ്ഞില്ലേ, അവൾ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. അതൊക്കെ എങ്ങനെയായിരിക്കും ചോദിക്കുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ വന്നില്ലേ. അവൾ വന്നില്ലേ. നമ്മൾ അവൾ വന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തു? ഡിഡ് ഷീ കം. അവൾ വന്നോ. ഇവിടെ അവൾ വന്നില്ലേ, നെഗറ്റീവാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പം എന്ത് വേണം? ഡിഡിൻ്റെ എന്താണ് വേണ്ടത്? നേരെ ഓപ്പോസിറ്റ് ആൻസർ വരുന്നതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? ഡിഡ് നോട്ട്. ഡിഡ് നോട്ട്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് എങ്ങനെ പറയും? ഡിഡിൻറ്റ്. ഡിഡിൻറ്റ്. അപ്പോൾ അവൾ വന്നില്ലേ. അപ്പോൾ അതെങ്ങനെയായിരിക്കും ചോദിക്കുക? ഡിഡിൻ ഷീ കം. ഡിഡിൻ ഷീ കം. അവൾ വന്നില്ലേ. ഡിഡിൻ ഷീ കം. അപ്പോൾ അവൻ പോയില്ലേ എന്നുള്ളത് എങ്ങനെയായിരിക്കും? അവൻ പോയില്ലേ. ഡിഡിൻ ഹി ഗോ. ഡിഡിൻ ഹി ഗോ. അവൻ പോയില്ലേ. ഡിഡിൻ ഹി ഗോ. അവൾ ഉറങ്ങിയില്ലേ. അവൾ ഉറങ്ങിയില്ലേ. ഡിഡിൻ ഷീ സ്ലീപ്പ്. ഡിഡിൻ ഷീ സ്ലീപ്പ്. അവൾ ഉറങ്ങിയില്ലേ. ഡിഡിൻ ഷീ സ്ലീപ്പ്. അവൾ കരഞ്ഞില്ലേ. അവൾ കരഞ്ഞില്ലേ. കരഞ്ഞില്ലേ എങ്ങനെ വരണം? ഡിഡിൻറ്റ് ഷീ ക്രൈ. ഡിഡിൻ ഷീ ക്രൈ. അവൾ കരഞ്ഞില്ലേ. ഇനി കരഞ്ഞോ എന്നാണെങ്കിലോ? ഡിഡ് ഷീ ക്രൈ. ഇവിടെ കരഞ്ഞില്ലേ. ഡിഡിൻ ഷീ ക്രൈ. അവൻ എഴുന്നേറ്റില്ലേ. അവൻ എഴുന്നേറ്റില്ലേ. ഡിഡിൻ ഹി ഗെറ്റ് അപ്പ്. ഡിഡിൻ ഹി ഗെറ്റ് അപ്പ്. അവൻ എഴുന്നേറ്റില്ലേ. ഡിഡിൻ ഹി ഗെറ്റ് അപ്പ്. ഇപ്പം നമ്മൾ രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പഠിച്ചത്. ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം പോരാ, ഉത്തരം പറയാനും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പലതും നമ്മൾ ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നതിന് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും മറുപടി പറയാമെന്നും കൂടി നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അവൾ വന്നു. വന്നു. വരിക എന്നുള്ളതിന് നമ്മൾ കം എന്ന് പറയും. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് കഴിഞ്ഞു പോയതാണ്. വന്നു. വന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയാം? കെയിം. അവൾ വന്നു. ഷി കെയിം. അവൾ വന്നു. ഷി കെയിം. ഇനി അവൻ പോയി. അവൻ പോയി. അവൻ എന്നുള്ളതിന് എന്ത് പറയാം? ഹി. പോയി. പോയതാണ്. ലെഫ്റ്റ്. ലെഫ്റ്റ്. ഹി ലെഫ്റ്റ്. അവൻ പോയി. ഹി ലെഫ്റ്റ്. അവൾ ഉറങ്ങി. അവൾ ഉറങ്ങി. അവൾ ഷീ
ഉറങ്ങി, fell asleep, fell asleep. She fell asleep. ഇനി അവൾ കരഞ്ഞു, അവൾ കരഞ്ഞു. അവൾ എന്നുള്ളതിന് she, കരഞ്ഞു. കരയുക എന്നുള്ളതിന് cry, കരഞ്ഞു, cried. She cried. അവൾ കരഞ്ഞു, അവൾ കരഞ്ഞു. She cried. ഇനി അവൻ എഴുന്നേറ്റു, അവൻ എഴുന്നേറ്റു. He got up, he got up. അവൻ എഴുന്നേറ്റു. എഴുന്നേൽക്കുക എന്നുള്ളതിന് get up എന്ന് പറയാം. ഇവിടെ എഴുന്നേറ്റു, got up. He got up. അവൻ എഴുന്നേറ്റു. ഇത് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ, അതായത് ചെയ്തു, വന്നു എന്നുള്ളതിനൊക്കെ പറയുന്ന റിപ്ലൈ ആണ്. ഇനി അവൻ വന്നില്ല, അല്ലെങ്കിൽ പോയില്ല, ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. അവൾ വന്നില്ല, അവൾ വന്നില്ല. നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പം പറഞ്ഞു അവൾ വന്നില്ലേ എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ചോദിച്ചു? ഡിഡിൻറ്റ് ഷീ കം എന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് വരുന്നത്? അവൾ വന്നില്ല. ഇതൊരു സെൻറ്റൻസിലേക്ക് മാറി, ക്വസ്റ്റ്യനിൽ നിന്ന് എന്തിലേക്ക് മാറി? സെൻറ്റൻസിലേക്ക്. അപ്പോൾ എങ്ങനെ പറയും? അവൾ വന്നില്ല. ഷീ ഡിഡിൻറ്റ് കം, ഷീ ഡിഡിൻറ്റ് കം. അവൾ വന്നില്ല. ഇനി അവൻ പോയില്ല, അവൻ പോയില്ല. ഹി ഡിഡിൻറ്റ് ഗോ, ഹി ഡിഡിൻറ്റ് ഗോ. അവൻ പോയില്ല. ഇനി അടുത്തത് അവൾ ഉറങ്ങിയില്ല, അവൾ ഉറങ്ങിയില്ല. ഷീ ഡിഡിൻറ്റ് സ്ലീപ്പ്, ഷീ ഡിഡിൻറ്റ് സ്ലീപ്പ്. അവൾ ഉറങ്ങിയില്ല. ഷീ ഡിഡിൻറ്റ് സ്ലീപ്പ്. അവൾ കരഞ്ഞില്ല, അവൾ കരഞ്ഞില്ല. ഷീ ഡിഡിൻറ്റ് ക്രൈ, ഷീ ഡിഡിൻറ്റ് ക്രൈ. അവൾ കരഞ്ഞില്ല. ഷീ ഡിഡിൻറ്റ് ക്രൈ. ഇനി അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഞാനൊരു ടാസ്ക്കായിട്ട് തരുകയാണ്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുള്ള ആളുകൾ, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വന്നിട്ട് ഉറച്ച വിശ്വാസത്തിൽ എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് വന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് നമുക്ക് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ തരുന്ന സമയത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു തംസ് ഡൗൺ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടാലും മതി. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്തത് ഈ തരുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അവൻ എഴുന്നേറ്റില്ല, അവൻ എഴുന്നേറ്റില്ല. ഇതെങ്ങനെ പറയുമെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, അതേപോലെ തന്നെ കമൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? താഴെ ഉറപ്പായിട്ടും കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു കമൻറ്റും ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തംസപ്പ് എങ്കിലും ഇട്ടേക്കുക. എന്തെങ്കിലും ഒരു ഐക്കൺ, സ്മൈലിയോ എന്തെങ്കിലും ഇട്ടേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ.